ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമുക്ക് CACBയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും അല്ലേ? അങ്ങനെയുള്ള കൺഫ്യൂസിങ് ഫാക്റ്റുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഡിപ്രഷൻ ബേബീസ് ആൻഡ് വാർ ടൈം ബേബീസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അല്ലേ? എന്താണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്? പൈസ ഇല്ലാതാവുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് എന്ത് വരും? ഡിപ്രഷൻ വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പണയം വെക്കൂല. പൈസക്ക് ഞെരുക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണയം വെക്കും. അപ്പം ഡിപ്രഷൻ ബേബീസ് എന്നറിയപ്പെടുന്നത് ലാൻഡ് മോർഗേജ് ബാങ്ക് അല്ലെ? മോർഗേജ് പണയം വെക്കുന്നു അല്ലെ? ഭൂപണയ ബാങ്കുകൾ. ഇനി വാർ ടൈം ബേബീസ്. എന്താണ് വാർ ടൈം ബേബീസ് എന്നറിയപ്പെടുന്നത്? യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്ക് പട്ടിണിയായി, അവർക്ക് കൺസ്യൂമർ ഗുഡ്സ് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ടായത്. അതുകൊണ്ടാണ് വാർ ടൈം ബേബീസ് നമ്മുടെ കൺസ്യൂമർ സൊസൈറ്റീസ് അറിയപ്പെടുന്നത്. ഇനി അപ്പെക്സ് ബോഡി ഓഫ് ICAയുടെ അപ്പെക്സ് ബോഡി എന്നാണ് അറിയപ്പെടുന്നത്? ജനറൽ അസംബ്ലി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി NCUIയുടെ അപ്പെക്സ് ബോഡിയുടെ പേരെന്താണ്? ജനറൽ ബോഡിയാണ്. അതുപോലെ NCDCയുടേത് ജനറൽ കൗൺസിൽ. അപ്പം ICAയുടേത് എന്താണ്? അസംബ്ലിയാണ്. NCUIയുടേത് ജനറൽ ബോഡി, NCDCയുടേത് ജനറൽ കൗൺസിലാണ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കൺഫ്യൂഷൻ വരരുത്. ഇതൊന്ന് നോട്ട് ചെയ്ത് തന്നെ എക്സാമിന് പോവുക കേട്ടോ. ക്യാറ്റിൽ ഡെവലപ്മെന്റ് ഫണ്ടും അതുപോലെ തന്നെ ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ടും നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടേംസ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാറ്റിൽ ഡെവലപ്മെന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് KUCS ആണ്. എന്താണ് KUCS എന്ന് പറയുന്നത്? ക്ഷീര ഉൽപാദക കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ആപ്കോസ് എന്ന് പറയും. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് ഇത് ക്യാറ്റിൽ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രഡീഷണൽ മിൽക്ക് സൊസൈറ്റീസ് അഥവാ KVCS. എന്താണ് KVCS? ക്ഷീര വ്യവസായ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ക്യാറ്റിൽ ഡെവലപ്മെന്റ് ഫണ്ട് ആപ്കോസും ക്യാറ്റിൽ മോർട്ടാലിറ്റി ഫണ്ട് KVCSുമാണ്. ഇനി നമുക്ക് കുറച്ച് ബുക്കുകൾ നോക്കാം, അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് നോക്കാം. കോപ്പറേറ്റർ എന്നത് ആരുടെ മാഗസീനാണ്? വില്യം കിങ്ങിൻ്റെതാണ് അല്ലെ? ഇനി അതിന്റെ കൂടെ ദ എന്ന് കൂടി ചേർത്താലോ? ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ NCUI ആണ്. ആദ്യമേ എന്താണ് വില്യം കിങ് ദ ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് എന്ത് ചെയ്തു? NCUI ആണ് അവിടെ ദ ഇട്ടതെന്ന് ഓർക്കുക. അപ്പം ദ കോപ്പറേറ്റർ എന്നത് NCUIയുടെ പബ്ലിക്കേഷൻ ആണ്. ഇനി ദ കോപ്പറേഷൻ, നമ്മൾ ഇവിടെ കോപ്പറേറ്റർ ആയിരുന്നു. ദ കോപ്പറേഷൻ എന്നത് ആരുടെ പബ്ലിക്കേഷൻ ആണ്? KF സ്വീഡൻ, കോപ്പറേറ്റീവ് ഫർബണ്ട് ആൻഡ് സ്വീഡന്റെ പബ്ലിക്കേഷൻ ആണ് ദ കോപ്പറേഷൻ എന്നുള്ളത്. ഇനി കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേമുകൾ നമുക്ക് നോക്കാം. ഒന്ന് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് അഥവാ TER. അത് നമ്മുടെ പി കാർഡ് ബാങ്ക് അതുപോലെ KS കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. അതുപോലെ DV ഫയല്, പ്രസംറ്റീവ് വാല്യൂ, ഇൻക്രിമെന്റൽ ഇൻകം, കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ്? നമ്മുടെ കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ടേമുകളാണ്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട ടേമുകൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ക്രോപ്പ് ലോണ്, മെമ്പർ റിലീഫ് ഫണ്ട്, കെട്ടുതെങ്ങ് സ്കീം, ബാഡ് ഡെപ്റ്റ് റിസർവ്. കെട്ടുതെങ്ങ് സ്കീം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കെട്ടുതെങ്ങ് സ്കീം ഏതുമായി ബന്ധപ്പെട്ടുള്ള ടേമാണ്? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അത് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ് അല്ലെ? അപ്പൊ CACB എക്സാമിന് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളെ സംബന്ധിച്ച് മാർക്ക് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഇത്. കാരണം ഇതിൻ്റെ അകത്ത് ഏതാണ് രണ്ട് ഓപ്ഷൻ, നമുക്ക് ഒരേപോലെയുള്ള രണ്ട് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ചിട്ടയായ പഠനമാണ് വേണ്ടത്. ഏറ്റവും ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയുള്ള പഠനമാണ് വേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CCയിൽ പുതിയ 6 month and 3 month ബാച്ചുകൾ ആരംഭിക്കുകയാണ്. ഇപ്പൊ ബേസ് മുതൽ ആദ്യമായിട്ട് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിഗ്രി കഴിയാറായിരിക്കുകയാണ്. നമ്മുടെ ഏറെക്കുറെ മാർച്ച് മാസത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ തൊട്ടടുത്ത വർഷം തന്നെ ജോലി പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ 6 month ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ട A to Z കാര്യങ്ങൾ, A to Z നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ
6 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. ഇനി 3 മന്ത് ബാച്ച് ആണെങ്കിൽ ഇനി ചെറിയ ഒരു പുഷ് ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തി ഈ ഒരു വർഷം തന്നെ 2026 തീരുന്നതിന് മുൻപ് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ഡെയിലി എക്സാം, വീക്കിലി എക്സാം, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പം ഇതുപോലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബാച്ചിനുള്ളത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ടേമുകൾ നമുക്ക് നോക്കാം. സെസ് ഫണ്ട്, അതൊരു ഡെവലപ്മെന്റ് ഫണ്ടാണ് അല്ലെ. അതുപോലെ ത്രിഫ്റ്റ് ഫണ്ട്, റിബേറ്റ്, ഈ 3 ടേമുകളും ഹാൻഡ്ലൂം സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ടേമുകളാണ്. അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, അതായത് ഇനി നമ്മൾ അടുത്ത എക്സാമിന് പോകുമ്പോൾ ഓരോ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടുള്ള ടേമുകൾ ഏതൊക്കെയാണ്, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം ഒക്കെ നമുക്ക് പ്രീവിയസ് വന്നിട്ടുള്ളതാണ്, കെട്ടുതെങ്ങ് സ്കീം. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടേമുകൾ ഏത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും 2026 ഒരു സുരക്ഷിതമായ ജോലി നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്